നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരിവെള്ളൂർ എ.വി. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. ടെലിവിഷൻ സീരിയലുകൾ മലയാളത്തിന്റെ സാംസ്കാരിക വിഷമെന്ന് സിനിമാ താരം പ്രേംകുമാർ. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റും കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവുമായിരുന്ന ഒ.കെ. കുഞ്ഞിക്കണ്ണന് രാമന്തളിയിൽ സ്തൂപമൊരുങ്ങി. കാലാവസ്ഥാ വ്യതിയാനം മരങ്ങൾക്കും ഭീഷണിയാകുന്നു. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് എരമം വില്ലേജ് കർഷക സംഘം സമ്മേളനം. വാർത്തകൾ വിശദമായി. കരിവെള്ളൂർ എ.ബി. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ പി. ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. അധ്യാപകനും ക്ലാസ് മുറിയും അപ്രസക്തമാകുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്ന് സ്പീക്കർ. രാവിലെ ഓണക്കുന്ന് കേന്ദ്രീകരിച്ച് നടന്ന വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെയാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് സംസ്ഥാന നിയമസഭാ സ്പീക്കർ പി. രാമകൃഷ്ണൻ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ തരത്തിലുമുള്ള ക്രിയേറ്റിവിറ്റി വിദ്യാഭ്യാസത്തിൽ പ്രോത്സാഹിപ്പിക്കും. സർഗാത്മകമായ വിദ്യാഭ്യാസം അതിന് കഴിയണമെങ്കിൽ സ്കൂളുകളുടെ പഠന സൗകര്യങ്ങളും പഠന രീതിയും മെത്തഡോളജിയുമാകെ മാറുന്ന സാഹചര്യമാണ്. അങ്ങനെ മാറണമെങ്കിൽ ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. നമ്മുടെ സാധാരണ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, വിദ്യാലയങ്ങൾ മത്സരിച്ച് പരാജയപ്പെട്ട് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. വിവരസാങ്കേതിക വിദ്യയുടെ സ്ഫോടനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് ക്ലാസ് മുറിയും അധ്യാപകനും അപ്രസക്തമാവുകയാണ്. വരും കാലങ്ങളിൽ ഇത് പൂർണ്ണമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിന്റെ ഭാഗമായി സ്കൂൾ PTA-യും NSS 2014-16 യൂണിറ്റും ചേർന്ന് നിർമ്മിച്ച തണലൊരുക്കം സഹപാഠിക്കൊരു വീട് പദ്ധതിയിൽ രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനവും സ്പീക്കർ നിർവഹിച്ചു. 2015-16 PTA-യും NSS യൂണിറ്റും ചേർന്ന് സമാഹരിച്ച കാരുണ്യനിധി സന്മതിയുടെ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ദിവ്യ നിർവഹിച്ചു. സി. കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K. തമ്പാൻ മാസ്റ്റർ തണലൊരുക്കം റിപ്പോർട്ട് അവതരണം നടത്തി. തണലൊരുക്കം പദ്ധതിക്ക് സഹകരിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ നിർവഹിച്ചു. വിശിഷ്ടാതിഥിക്കുള്ള ഉപഹാരം അധ്യക്ഷൻ സി. കൃഷ്ണൻ MLA കൈമാറി. ജില്ലാ പഞ്ചായത്ത് അംഗം P. ജാനകി ടീച്ചർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ചന്ദ്രൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. K. നിർമ്മല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. P. ശാരദ, E. P. കരുണാകരൻ, K. നാരായണൻ, M. കുഞ്ഞിരാമൻ, M. സതീശൻ, A. V. ബാലൻ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘാടക സമിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്രാഞ്ച് കുടുംബസംഗമം സ്നേഹക്കൂട് 2016 പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം പ്രേംകുമാർ മുഖ്യാതിഥിയായിരുന്നു. P. ഉമേഷ് അധ്യക്ഷത വഹിച്ചു. KU സുനീൽ സ്വാഗതം ആശംസിച്ചു. KV രമേഷ് കുമാർ, KV രാമദാസ്, K. രാഘവൻ, C. രാമചന്ദ്രൻ, T. രാജീവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. LICയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ജീവന് ഒരുപാട് വില കൽപ്പിക്കുന്നവരാണ്, ജീവന് ഒരുപാട് വില നൽകുന്നവരാണ്, ഒരുപാട് ജീവനുകൾക്ക് വില നൽകിയിട്ടുള്ളവരാണ്. അങ്ങനെ ജീവനെ ഏറ്റവും കരുതലോടെ കാണുന്ന, സൂക്ഷിക്കുന്ന നിങ്ങൾ, ആ ഒരു വലിയ സന്തോഷം. മറ്റൊരു വലിയ സന്തോഷം, ഇതൊരു കുടുംബ സംഗമം കൂടിയാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. കുടുംബത്തെക്കുറിച്ചുള്ള ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു നിർവചനം, അത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്നുള്ളതാണ്. ടെലിവിഷൻ സീരിയലുകൾ മലയാളത്തിന്റെ സാംസ്കാരിക വിഷമെന്ന് പ്രേംകുമാർ. ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കഥാപാത്രങ്ങളുടെ കോമാളിത്തരങ്ങൾ കുടുംബജീവിതങ്ങളെ മലീമസമാക്കുകയാണെന്നും പ്രേംകുമാർ.
ഞാനുമൊക്കെ ഈ സീരിയൽ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഒരല്പം കുറ്റബോധത്തോടു കൂടി തന്നെ, ഒരു സ്വയം വിമർശനത്തോടു കൂടി തന്നെ ഞാൻ പറയുകയാണ്, പല സീരിയലുകളും പല ടെലിവിഷൻ പ്രോഗ്രാമുകളും ചാനൽ പരിപാടികളും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റാത്ത തരത്തിൽ ഏറ്റവും വളരെ ഹീനമായ തരത്തിലുള്ള പല പ്രോഗ്രാമുകളും നമ്മുടെ കുടുംബ സദസ്സുകളെ മലീമസമാക്കുന്നുണ്ട്. ഇന്നിപ്പോ നിങ്ങളൊക്കെ എന്റെ മുമ്പിലിരിക്കുന്ന ഈ കൂടുതൽ ഇവിടെ സ്ത്രീ ജനങ്ങളാണ് കൂടുതലിരിക്കുന്നത്. നിങ്ങളൊക്കെ നിത്യവും കണ്ട് കരഞ്ഞ് കണ്ണീരൊലിപ്പിക്കുന്ന കണ്ണീർ സീരിയലുകൾ പലതും ഞാൻ ചിലതൊക്കെ അടുത്ത കാലത്ത് കണ്ടപ്പോ ജീവിതത്തിന്റെ യാതൊരു സ്വാഭാവികതയുമില്ലാത്ത, ജീവിതമേ ആണ് എന്ന് തോന്നിപ്പിക്കാത്ത, ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടാകില്ല, അങ്ങനെയുള്ള ചില ജീവിതങ്ങളാണ് ജീവിതമെന്ന ആ ഒരു രൂപത്തിൽ, ജീവിതമെന്ന വ്യാജേന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റും കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവുമായിരുന്ന OK കുഞ്ഞിക്കണ്ണന് രാമന്തളിയിൽ സ്തൂപമൊരുങ്ങി. ശില്പി ഉണ്ണി കാനായിയുടെ കരവിരുതിലാണ് ശില്പമൊരുങ്ങുന്നത്. CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ശില്പം അനാവരണം ചെയ്യും. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ രക്തസാക്ഷിത്വം വരിച്ച OK കുഞ്ഞിക്കണ്ണൻ രാമന്തളിയുടെ വികസന ശില്പിയായിരുന്നു. അവശതയനുഭവിക്കുന്ന ജനതയുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ മുൻനിരയിൽ നിന്ന നേതാവായിരുന്നു. 1970 സെപ്റ്റംബർ 11 ഏഴുമലയിൽ രാഷ്ട്രീയ എതിരാളിയുടെ അക്രമത്തിൽ പരിക്കേറ്റ് 14 മരണമടയുകയായിരുന്നു. OK അന്ത്യവിശ്രമം കൊള്ളുന്ന രാമന്തളിയിൽ 22 അടി ഉയരത്തിലും 10 അടി ചുറ്റളവിലും കോൺക്രീറ്റും ഗ്രാനൈറ്റും ഉപയോഗിച്ച് സ്മാരക സ്തൂപം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയാണ് 2.5 മാസം കൊണ്ട് സ്തൂപം നിർമ്മിച്ചെടുത്തത്. രക്തപതാകയിൽ വലയം ചെയ്യപ്പെട്ട സ്മൃതി സ്തൂപം OK ജീവരക്തം നൽകി ജ്വലിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ അജയ്യത വിളംബരം ചെയ്യുന്നതാണ്. നമ്മുടെ കോൺക്രീറ്റിലാണ് ഇതിൻ്റെ ബേസ് തുടങ്ങിയത്. അതിനുശേഷം ഇഷ്ടിക ഉപയോഗിച്ച് ഇതിൻ്റെ ബാക്കിയുള്ള ചുമർഭാഗങ്ങൾ കെട്ടുകയാണ് ചെയ്തത്. കുഞ്ഞിക്കണ്ണൻ്റെ ഈ അപൂർവമായ ഒറ്റൊരു ഫോട്ടോ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വെല്ലുവിളിയാണ് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, വ്യക്തമല്ലാത്തൊരു ഫോട്ടോ ഒരു ശില്പമാക്കി എടുക്കുകയാണെങ്കിൽ വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചാണ് OK ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സ്മാരക സ്തൂപം CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ സെപ്റ്റംബർ 14 OK ദിനത്തിൽ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാലാവസ്ഥാ വ്യതിയാനം മരങ്ങൾക്കും ഭീഷണിയാകുന്നു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. കരിവെള്ളൂർ, പയ്യന്നൂർ എന്നീ പ്രദേശങ്ങളിൽ ഉരുപ്പുമരങ്ങൾ വ്യാപകമായി നശിക്കുന്നു. പുഴുക്കൾ മരത്തിൽ പ്രവേശിച്ച് കാതിലുള്ള ഭാഗം തുരന്ന് ക്രമേണ മരത്തെ തന്നെ ഉണക്കിക്കളയുകയാണ് ചെയ്യുന്നത്. മരത്തിൽ നിന്നും വരുന്ന മെഴുകുപോലെയുള്ള ദ്രാവകവും മരപ്പൊടിയും കണ്ടാൽ മരത്തെ പുഴു ബാധിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്ന നല്ല ഉറപ്പുള്ള മരമാണ് ഉരുപ്പ്. ഗവൺമെൻറ് 50 രൂപയാണ് ഈ മരം നട്ടുപിടിപ്പിക്കാൻ വേണ്ടി കർഷകർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഈ രോഗം മൂലം ഇപ്പോൾ ഈ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോവുകയും കർഷകർക്ക് വളരെയധികം നാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കൃഷി ഓഫീസറുടെ നിരീക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ കാലാവസ്ഥയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഈ പുഴുക്കളുടെ വളർച്ചയും ഈ മരത്തിൻ്റെ നാശത്തിന് കാരണമെന്നാണ് അദ്ദേഹത്തിന് ഒരു വിലയിരുത്തലുള്ളത്. കേരള വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മരം ഒന്നിന് 50 രൂപ തോതിൽ ഇവ നട്ടുപിടിപ്പിക്കുന്നതിന് ധനസഹായവും നൽകുന്നുണ്ട്. വളരെ പഴക്കം ചെന്ന മരങ്ങൾ പോലും ഇങ്ങനെ നശിക്കുന്നുണ്ട്. ഇത്തരം ഗൗരവമായ കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കൃഷിക്കാരെ ബോധവൽക്കരിക്കാനും ഒരുങ്ങുകയാണ് NSS വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഏഴിമല റെയിൽവേ സ്റ്റേഷന്റെയും പരിസര പ്രദേശങ്ങളിലെയും റെയിൽവേ ട്രാക്കിൽ കീടനാശിനി ഉപയോഗിച്ച് കാട് നശിപ്പിക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ഏഴിമല റെയിൽവേ സ്റ്റേഷന്റെയും പരിസര പ്രദേശങ്ങളിലെയും റെയിൽവേ ട്രാക്കിൽ വിഷാംശമുള്ള കീടനാശിനി ഉപയോഗിച്ച് കാട് നശിപ്പിക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. ഇരു റെയിൽപാളത്തിന്റെയും ഇടയിലുള്ള ചെറുസസ്യങ്ങളും പുല്ലും വൃത്തിയാക്കാനെന്ന പേരിലാണ് വിഷാംശം തളിക്കുന്നത്. കിലോമീറ്ററോളം ദൂരത്തിലുള്ള പുല്ലുവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ളവ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ റെയിൽപാളവുമായി ബന്ധപ്പെട്ടവരെ സമീപിക്കാനാണ് പറഞ്ഞത്. മഴ വിട്ടുമാറാത്ത സമയത്ത് തൊട്ടടുത്ത സ്ഥലങ്ങളിലെ പുല്ലുവർഗ്ഗങ്ങളെല്ലാം പച്ചപ്പായി നിലകൊള്ളുമ്പോഴാണ് വിഷാംശമുള്ള കീടനാശിനി തളിച്ച സ്ഥലത്തെ പുല്ലുകൾ കരിഞ്ഞുണങ്ങിയ നിലയിലായത്. ഇത്തരം വിഷാംശം ഒഴുകി ജലസ്രോതസ്സുകളിലെത്തിയാൽ കുടിവെള്ളം ഉൾപ്പെടെയുള്ളവയെ സാരമായി ബാധിക്കും. ഇവിടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ്റെ പയ്യന്നൂർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കില്ല, നമ്മൾ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സ്റ്റേഷൻ്റെ അതിര് വരെ ഈ 2 റെയിലിൻ്റെ നടുവിൽ നല്ലോണം താഴ്ച വരുന്ന പുല്ല് എന്തോ ഒരു മാരക വിഷം തെളിച്ചിട്ട്
പിന്നെ റെയിൽവേ അധികൃതരോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആർക്കോ ഇത് മൊത്തം കരിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇത് മാരക വിഷമാണെന്ന് നമ്മൾ കണ്ടെത്തി പല ആൾക്കാരോട് ചോദിച്ച സമയത്ത് പറഞ്ഞു ഇത് വിഷമാണെന്ന് പറഞ്ഞു. ഈ പുല്ല് ഇങ്ങനെ കരിഞ്ഞു പോകണമെങ്കിൽ അത്രയും ഭയങ്കര വിഷമായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഇവിടെ തൊട്ടടുത്ത് സ്റ്റേഷന് നേരെ മുന്നേ തന്നെ ഒരു ഗോവലപ്പി സ്കൂൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ ഒരു 550ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ വിഷം ഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്തായാലും സ്കൂളിലെ കിണറിലും അതുപോലെ ഈ പരിസരത്തെ വീടുകളിലും ഇത് വ്യാപിക്കും. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുമംഗലം ക്യാൻസറിൻ്റെ മെയിൻ നാടാണെന്നാണ് പറയപ്പെടുന്നത് പൊതുവേ. അപ്പോൾ ഇതും ഇനിയൊരു ഭാഗമാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇത് എന്നാണെന്ന് അറിയില്ല. ഇത് എന്തായാലും ശുചീകരിക്കാൻ വേറെയും മാർഗങ്ങൾ നിലവിലിരിക്കെ വിഷാംശം തെളിച്ചുള്ള കളനശീകരണം നാട്ടുകാരിൽ വൻ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. സമരവീര്യത്തിന്റെ ഓർമ്മ പുതുക്കി പോരാളി സംഗമം. KSKTU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളൂർ ചന്ദനക്കുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന പരിപാടി KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വിപണിക്കും ഊഹ കച്ചവടത്തിനും അവർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് കർഷകരെ എന്ന് പറഞ്ഞാൽ വിപണിയിൽ ഇടപെടാൻ സർക്കാർ മുന്നോട്ടേക്ക് വരുന്നില്ല. വിപണി ആകെ കൈയടക്കിയിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും വൻകിട കുത്തക മുതലാളിമാരാണ്. പുതിയ വ്യാപാര കരാറെല്ലാം അതാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവമാണ് നമുക്കുള്ളത്. KM ദാമോദരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TK രാജൻ, CK കുഞ്ഞിരാമൻ, PV കമലാക്ഷൻ, അഡ്വക്കേറ്റ് KP രമേശൻ, T തമ്പാൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. NS പൗലോസ്, MV ലീല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വന്യമൃഗശല്യം തടയുന്നതിനാവശ്യമായ സത്വര നടപടി സ്വീകരിക്കുക, റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്നിവ സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സമരവീര്യത്തിന്റെ ഓർമ്മ പുതുക്കി പോരാളി സംഗമം. KSKTU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന പരിപാടി KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KSKTU കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായാണ് പഴയകാല പോരാളി സംഗമം സംഘടിപ്പിച്ചത്. 70 വയസ്സ് കഴിഞ്ഞ 17ഓളം പഴയ കർഷക തൊഴിലാളി പ്രവർത്തകരെയാണ് ആദരിച്ചത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥലങ്ങളിലെ കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം വഹിച്ചവരെ ആദരിച്ചത് മുതിർന്നവർക്ക് ഒത്തുചേരാനുള്ള ഒരു വേദി കൂടിയായി മാറുകയായിരുന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ പോരാളികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. രണ്ട് ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന് 2 വർഷം പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ള BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്രത്തിലെ ഗവൺമെന്റിന്റെ ഭരണമാണ്. നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിനെല്ലാം വില കൂടുകയാണ്. ചടങ്ങിൽ P രമേശൻ അധ്യക്ഷനായി. T ഗോപാലൻ സ്വാഗതം പറഞ്ഞു. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് എരമം വില്ലേജ് കർഷക സംഘം സമ്മേളനം. എരമം പുല്ലുപാറയിൽ ജില്ലാ കമ്മിറ്റി അംഗം P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വിപണിക്കും ഊഹ കച്ചവടത്തിനും അവർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് കർഷകരെ എന്ന് പറഞ്ഞാൽ വിപണിയിൽ ഇടപെടാൻ സർക്കാർ മുന്നോട്ടേക്ക് വരുന്നില്ല. വിപണി ആകെ കൈയടക്കിയിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും വൻകിട കുത്തക മുതലാളിമാരാണ്. പുതിയ വ്യാപാര കരാറെല്ലാം അതാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവമാണ് നമുക്കുള്ളത്. KM ദാമോദരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TK രാജൻ, CK കുഞ്ഞിരാമൻ, PV കമലാക്ഷൻ, അഡ്വക്കേറ്റ് KP രമേശൻ, T തമ്പാൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. NS പൗലോസ്, MV ലീല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വന്യമൃഗശല്യം തടയുന്നതിനാവശ്യമായ സത്വര നടപടി സ്വീകരിക്കുക, റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക എന്നിവ സമ്മേളനം പ്രമേയമായി ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാണാം ഓണക്കാഴ്ചകൾ. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല പച്ചക്കറി വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പരിയാരത്ത് നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുമേഷ് KV ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്കിന്റെ 4 പഞ്ചായത്തുകളായ കടന്നപ്പള്ളി, പാണപ്പുഴ, പരിയാരം, പട്ടുവം, കുറുമാത്തൂർ എന്നിവിടങ്ങളിലെ പച്ചക്കറി കർഷകരിൽ നിന്നും സംഭരിക്കുന്ന നാടൻ പച്ചക്കറികളും ജൈവ പച്ചക്കറികളും മറ്റും ജനങ്ങളിൽ എത്തിക്കാനായാണ് പച്ചക്കറി വിപണന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. വിഷരഹിത പച്ചക്കറി ജനങ്ങളിൽ എത്തിക്കുവാൻ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. പരിയാരത്തു നടന്ന ബ്ലോക്ക് തല പച്ചക്കറി വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുമേഷ് KV നിർവഹിച്ചു.
കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.പി. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ റൂബി ജാനറ്റ് ജോണി സ്വാഗതം ആശംസിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി. ദാമോദരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കെ. മോഹനൻ, സുധാകരൻ ടി. വി, ലളിത വി. കെ. പി. ജനാർദ്ദനൻ, പി. നാരായണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണം വിപണന മേള തുടങ്ങി. മാതമംഗലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സെപ്റ്റംബർ 13 വരെയാണ് മേള. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. സത്യഭാമയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി. സത്യപാലൻ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. മാർക്കറ്റിൽ അന്നേ ദിവസം കിട്ടുന്ന വിലയേക്കാൾ കൂടിയ വിലക്ക് 10% തുക വില അധികം കൊടുത്തുകൊണ്ട് സംഭരിക്കുകയും ഓരോ ദിവസവും മാർക്കറ്റിലുള്ള വിലയേക്കാൾ 30% കുറഞ്ഞ വിലക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ജയശ്രീ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. രമേശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ടീച്ചർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബിജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ. സി. രാജൻ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. CDS ചെയർപേഴ്സൺ ലൈല സ്വാഗതവും CDS മെമ്പർ സെക്രട്ടറി DN പ്രമോദ് നന്ദിയും പറഞ്ഞു. സെപ്റ്റംബർ 9 മുതൽ 13 വരെ 5 ദിനങ്ങളിലായാണ് മേള നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സീനിയർ സിറ്റിസൺ ഫോറം പയ്യന്നൂർ യൂണിറ്റിന്റെ ഓണാഘോഷവും കുടുംബ സംഗമവും പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കൃഷിവകുപ്പിന്റെ കീഴിൽ മാത്തിലിൽ ആരംഭിച്ച ഓണസമൃദ്ധി പച്ചക്കറി ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. ഉഷ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ രസ്ന, മെമ്പർമാരായ സുരേഷ് ബാബു, രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. കരിവെള്ളൂർ ഓണക്കുന്നിൽ ആരംഭിച്ച പച്ചക്കറി ചന്ത സി. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ അജയ് കുമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൃഷിവകുപ്പിന്റെ ഓണസമൃദ്ധി പച്ചക്കറി ചന്ത കരിവെള്ളൂർ ഓണക്കുന്നിലും മാത്തിലും പ്രവർത്തനം ആരംഭിച്ചു. മാടായി കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി ഓണാഘോഷവും കുടുംബസംഗമവും മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എംപ്ലോയീസ് വെൽഫെയർ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും കുടുംബസംഗമവും നടന്നു. ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് പി. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പി. രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. OV നാരായണൻ, PK നാരായണൻ മാസ്റ്റർ, KV ബാലൻ മാസ്റ്റർ, K. പത്മനാഭൻ തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് കാരംസ് ടൂർണമെന്റും കമ്പവലി മത്സരവും നടന്നു. പിലിക്കോട് സി. കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം ബക്രീദ് ആഘോഷം നടന്നു. കുട്ടികൾക്കായി വിവിധ പരിപാടികളും ഓണസദ്യയും ഒരുക്കി. പിലിക്കോട് സി. കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം ബക്രീദ് ആഘോഷങ്ങൾ നടന്നു. പൂക്കളം ഒരുക്കിയും മറ്റ് വിവിധ മത്സരങ്ങൾ നടത്തിയും ഓണം ആഘോഷിച്ചു. കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും പെൺകുട്ടികൾക്കായി മൈലാഞ്ചിയിടൽ മത്സരവും നടന്നു. PTA ആഭിമുഖ്യത്തിൽ സ്കൂളിലെ 1985-86, 1989-90 SSLC ബാച്ച് വിദ്യാർത്ഥികളുമായി സഹകരിച്ച് ഓണസദ്യയും തയ്യാറാക്കി. അടുക്കളയിലെ സർഗാത്മകത അരങ്ങിലെത്തിച്ച് ഉദനൂർ EMS പഠന കേന്ദ്രം. ഓണാഘോഷത്തിന്റെ ഭാഗമായി വീട്ടമ്മമാർക്കായി നടത്തിയ പാചക മത്സരം വർദ്ധിച്ച പങ്കാളിത്തം കൊണ്ട് വേറിട്ടതായി. ഉദനൂർ EMS പഠന കേന്ദ്രം ഓണാഘോഷത്തിന്റെ ഭാഗമായി വനിതകൾക്കായി നടത്തിയ പാചക മത്സരത്തിൽ സാമ്പാറും കൂട്ടുകറിയും അവിയലും പച്ചടി കിച്ചടിയുമൊക്കെയായി അടുക്കളയിലെ സർഗാത്മകത അരങ്ങിലേക്ക് കയറി വന്നത് ശ്രദ്ധേയമായി. അതിരാവിലെ തന്നെ ഗ്യാസ് സിലിണ്ടറും അടുപ്പും പാചകപാത്രങ്ങളും ഒക്കെയായി ഉദനൂർ സെൻട്രൽ UP സ്കൂളിലേക്കുള്ള വനിതകളുടെ വരവ് തന്നെ ഒരു വേറിട്ട അനുഭവമായിരുന്നു. പയസ്വിനി, തേജസ്വിനി, ചന്ദ്രഗിരി, പെരിയാർ, നീള എന്നിങ്ങനെ 5 ടീമുകളിലായി 40ഓളം വനിതകളാണ് പാചക മത്സരത്തിൽ പങ്കെടുത്തത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച മത്സരം ഉച്ചയ്ക്ക് 12 മണി വരെ നീണ്ടുനിന്നു. പാചകരംഗത്തെ വിദഗ്ധർ അടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റി ഓരോ വിഭവത്തെയും പ്രത്യേകം വിലയിരുത്തി സ്കോർ നൽകുകയും മൊത്തം പ്രകടനം അടിസ്ഥാനമാക്കി വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മത്സരത്തിൽ ബിന്ദു കെയും സംഘവും ഒരുക്കിയ വിഭവങ്ങൾക്ക് 1ാം സ്ഥാനവും ഇന്ദിര PKയും കൂട്ടുകാരും ചേർന്നൊരുക്കിയ വിഭവങ്ങൾക്ക് 2ാം സമ്മാനവും ലഭിച്ചു. സംഘാടക സമിതി ഒരുക്കിയ ചോറും അടപ്രഥമനും ചേർത്ത് മത്സരം കാണാനെത്തിയ മുഴുവൻ പേരെയും
വയറു നിറയെ ഊട്ടിയതിനു ശേഷം സംതൃപ്തമായ മനസ്സുമായാണ് പാചക മത്സരത്തിൽ പങ്കെടുത്ത ടീമംഗങ്ങൾ തിരിച്ചുപോയത്. ഉച്ചയ്ക്ക് ശേഷം വനിതകൾക്കും കുട്ടികൾക്കുമായി കായിക മത്സരവും വൈകിട്ട് ഓണപ്പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്രാക്ക് ഗാനമേളയും അരങ്ങേറി. വിജയികൾക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം PC സുബൈദ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നിറവ് ചാരിറ്റബിൾ ട്രസ്റ്റ്, റോട്ടറി പയ്യന്നൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണോത്സവം 2016 പയ്യന്നൂർ BMLP സ്കൂളിൽ നടന്നു. ചിത്രകാരൻ ദാമോദരൻ വെള്ളോറ ഉദ്ഘാടനം ചെയ്തു. പൂക്കളമൊരുക്കൽ, സമൂഹ ചിത്രരചന എന്നിവയും ഓണോത്സവം 2016 ഭാഗമായി നടന്നു. വെള്ളോറ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വേഗം കയ്യും കാലും ഒന്നും അദ്ദേഹത്തിന് ചലിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ കമ്പ്യൂട്ടറിൻ്റെയും നൂതന സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടുകൂടി ലോകത്തെ കീഴടക്കി ലോകത്തിൻ്റെ നിറകയിൽ നിൽക്കുന്ന ഒരു കാഴ്ച. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളെക്കുറിച്ച് എനിക്ക് റോട്ടറി മിഡ് ടൗൺ പ്രസിഡന്റ് കലാധരൻ, പ്രമോദ് അടുത്തില, സുരേഷ് അന്നൂർ, BMLP സ്കൂൾ പ്രധാനാധ്യാപിക ജാക്കുലിൻ ബിന്ന സ്റ്റാൻലി, റോട്ടറി ക്ലബ്ബ് മിഡ് ടൗൺ അംഗം സുരേഷ് ഷണായി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വീത്തിങ് തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായി ആഘോഷിച്ചു. നാടൻപാട്ടുകാരി കുമാരി മീനാക്ഷി ഉദിനൂരിന്റെ പാട്ടോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. വീത്തിങ് PSC കോച്ചിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ MC ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത നാടൻപാട്ടുകാരി കുമാരി മീനാക്ഷി ഉദിനൂർ ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ കാല പ്രവർത്തനം കൊണ്ട് തന്നെ പഠിതാക്കളിൽ വിശ്വാസം ജനിപ്പിച്ച വീത്തിങ് PSC കോച്ചിംഗ് സെന്ററിൽ ഓണപ്പൂക്കളമിട്ടും വിവിധ കലാപരിപാടികൾ ഒരുക്കിയുമാണ് ഓണാഘോഷം നടന്നത്. കലാപരിപാടികൾക്കൊടുവിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. വിനോദ് PK അധ്യക്ഷത വഹിച്ചു. പ്രദീപൻ മാസ്റ്റർ, ഹരികൃഷ്ണൻ മാസ്റ്റർ, അഷിത KP, ജനിഷ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സെമി ക്ലാസിക്കൽ കലയായ പയ്യന്നൂർ കോൽക്കളി ലാസ്യയിലൂടെ ക്ലാസിക്കലാകുന്നു. നർത്തകിമാരുടെ കൈകളിൽ ചരടുബന്ധിച്ചുള്ള കോൽക്കളി മാനത്ത് മാരിവില്ല അഴകൊരുക്കാൻ തയ്യാറെടുക്കുന്നു. കോൽക്കളിയിൽ തന്നെ വേറിട്ടൊരു ചന്തമൊരുക്കുന്നതാണ് പയ്യന്നൂർ കോൽക്കളി. ശാസ്ത്രീയമായ അടിത്തറയിൽ സമർത്ഥരായ ആചാര്യന്മാർ നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഒരുക്കിയെടുത്ത അതിമനോഹരമായ ഈ കലാരൂപത്തെ മാറി മാറി വന്ന ഗുരുഭൂതർ സൗന്ദര്യവൽക്കരിക്കുകയായിരുന്നു. അവസാനമായി ചരടുകൂത്തു കോൽക്കളിയിലൂടെ അതിന് മൂർത്തിമത് ഭാവം പകരുകയും ചെയ്തു. ചെറിയ കുട്ടികളും മുതിർന്നവരും പ്രത്യേകിച്ച് വനിതകളും കോൽക്കളിയിൽ പരിശീലനം നേടിയതോടെ സാർവത്രികമായി പ്രചാരണം നേടിയിരിക്കുകയാണ് പയ്യന്നൂർ ചരടുകൂത്തു കോൽക്കളി. സ്ത്രീ ശാക്തീകരണം ഈ കലാരൂപത്തെയും ആവാഹിക്കുന്ന നിലയിലേക്ക് വളരുകയും ചെയ്തിരിക്കുന്നു. പിലാത്തറ ലാസ്യ കലാക്ഷേത്രം നർത്തകിമാർ ഈ കലയെ കയ്യേറ്റിയതോടെ ശാസ്ത്രീയത തികഞ്ഞ ഒരു അപൂർവ ഭംഗിയാണ് പയ്യന്നൂർ കോൽക്കളി കൈവരിച്ചിരിക്കുന്നത്. ലാസ്യ കലാക്ഷേത്രം പ്രിൻസിപ്പൽ കലാമണ്ഡലം ലത ഉൾപ്പെടെ 30ഓളം നർത്തകിമാരാണ് ചരടുകൂത്തു കോൽക്കളി അഭ്യസിക്കുന്നത്. K. ശിവകുമാറിന്റെ ശിക്ഷണത്തിൽ നടക്കുന്ന പരിശീലനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി അരങ്ങേറ്റം നടത്താനാണ് ഉദ്ദേശം. പരിശീലനത്തിലെ കോലെടുക്കൽ ചടങ്ങ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സംഗീതത്തോടായാലും നൃത്തത്തോടായാലും മറ്റനുഷ്ഠാന കലകളാവട്ടെ എല്ലാമാവട്ടെ, ഇതിനെയെല്ലാം തന്നെ എങ്ങനെ വാണിജ്യവൽക്കരിക്കാം എന്നന്വേഷിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇത്തരം ഒരു സ്ഥാപനം ഒരുപക്ഷെ ഇതിൻ്റെ എല്ലാം തന്നെ തനിമ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന് മാതൃകയായി പിലാത്തറയിൽ നിലകൊള്ളുന്നു. നല്ല ഒരുപാട് വിദ്യാർത്ഥികൾ, കഴിവ് തെളിയിക്കപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജില്ലയ്ക്കകത്ത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ പിലാത്തറയിലോ മാടായിലോ പാപ്പശ്ശേരിയിലോ ഉള്ള ആളുകൾ മാത്രമല്ല. P. അപ്പുക്കുട്ടൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ PTA പ്രസിഡന്റ് രതീഷ്, AV പ്രഭാകരൻ, ലാസ്യ ഡയറക്ടർ തമ്പാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോറോം ഗവൺമെന്റ് റെസിഡൻഷ്യൽ പോളിടെക്നിക്കിൽ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഓർമ്മത്തണലിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ
ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. KP മധു അധ്യക്ഷനായി. ശ്രീജിത്ത് KB, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, V സീന എന്നിവർ പ്രസംഗിച്ചു. പൂർവ്വകാല അധ്യാപകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1991 SSLC ബാച്ചിന്റെ കൂട്ടായ്മയുടെയും സ്കൂളിന് വേണ്ടി നിർമ്മിച്ചു നൽകിയ ഗേറ്റിന്റെയും ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മെയിൻ കോമ്പൗണ്ടിലേക്കുള്ള ഗേറ്റ് ഏറെക്കാലമായി തകർന്ന നിലയിലായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സ്കൂളിൽ നിന്നും 1991 കാലത്ത് പഠിച്ചിറങ്ങിയ SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ 40,000 രൂപ ചെലവിൽ ആധുനിക രീതിയിലുള്ള സ്ലൈഡിംഗ് സമ്പ്രദായത്തിൽ തുറക്കുകയും പൂട്ടുകയും ചെയ്യുന്ന ഗേറ്റ് നിർമ്മിച്ചു നൽകിയത്. ഗേറ്റ് സമർപ്പണ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. ഒരു തരത്തിൽ ഇനിയിപ്പോൾ ഒരു സംശയമില്ല, തൊട്ട് പുറകെ വരുന്ന എല്ലാ ബാച്ചുകളും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ആര് ചെയ്താലും അതിൻ്റെയൊക്കെ പുണ്യം നിങ്ങൾക്ക് കിട്ടും. കാരണം തുടക്കക്കാർ നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് 1991 ബാച്ചിലെ പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരെ നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. തുടർന്ന് നടന്ന 25-ാം വർഷ കൂട്ടായ്മ അഭിസംബോധന ചെയ്ത് ഉദ്ഘാടകൻ സ്കൂളിന് വേണ്ടി വല്ലതും ചെയ്യണമെന്ന കാര്യം ബാക്കിയുള്ള ബാച്ചുകൾക്കും പ്രചോദനമാകാൻ 91 ബാച്ചുകാർ കാരണമായിരിക്കുകയാണെന്നും ഇത് സ്കൂളിന് ഗുണകരമാണെന്നും പറയുകയും ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ വെള്ളൂർ ഗംഗാധരൻ ഗേറ്റിന്റെ താക്കോൽ ഉദ്ഘാടകനിൽ നിന്നും ഏറ്റുവാങ്ങി. ഇബ്രാഹിം തട്ടാച്ചേരി അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് അശോകൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് MTP കരീം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ പാലിയേറ്റീവ് സമിതി പാലിയേറ്റീവ് രോഗി ബന്ധു കൂടിച്ചേരൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് അങ്കണത്തിൽ കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ നിരാലംബരും ദീർഘകാലമായി രോഗശയ്യയിലുമായ രോഗികൾക്കായി നിരവധി സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെയും പാലിയേറ്റീവ് സമിതിയുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നത്. ഒറ്റപ്പെടലിന്റെ വ്യാകുലത ഇല്ലാതാക്കാൻ ഓണക്കാലത്ത് രോഗികളെയും ബന്ധുക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെയും ജനകീയ പാലിയേറ്റീവ് സമിതിയുടെയും നേതൃത്വത്തിൽ കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് അങ്കണത്തിൽ നടത്തിയ സ്നേഹസംഗമം ജില്ലാ മെഡിക്കൽ ഓഫീസർ AP ദിനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ടോക്കൺ എടുത്ത് കുടിക്കുക, എനിക്ക് എൻ്റെതായിട്ട് ഭാര്യയ്ക്ക് ജോലിയുണ്ട്, പക്ഷെ അതുപോലെ എനിക്ക്. അപ്പോൾ അത് നമ്മളൊന്ന് അന്വേഷിക്കണം. അവിടെയാണ് നമുക്ക് ഇതെൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം. ഇത് മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. അവൻ എന്നോട് പറയാണ്, അത് അവസ്ഥയാണ്. ആ അവസ്ഥ നമ്മുടെയാണ്. ഞാൻ എന്താ നിർത്താൻ പോകുന്നത്, ഞാൻ മുൻഗാമി എന്നും പറഞ്ഞത്. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TV സുരേന്ദ്രൻ സാന്ത്വന സന്ദേശം നൽകി. P രാമചന്ദ്രൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശൈലജ സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ദാമോദരൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ 200 രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. 25,000 രൂപ ചെലവിട്ട് പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ നൽകിയ 50 കിറ്റുകളും ഓട്ടോ തൊഴിലാളികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, ADS, CDS ചുമട്ടുതൊഴിലാളികൾ തുടങ്ങിയവർ നൽകിയ 50 കിറ്റുകളും രോഗികൾക്ക് നൽകി. പാലിയേറ്റീവ് രോഗികളും ബന്ധുക്കളും അടക്കം നിരവധി പേർ സ്നേഹസംഗമത്തിന് സാക്ഷികളായി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദീർഘദൂര ട്രെയിനുകൾക്ക് സീസണുകൾക്കനുസരിച്ച് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനം. പ്രേക്ഷക പ്രതികരണങ്ങൾ. നിരന്തരമായി ചാർജ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ ചാർജ് ആണെങ്കിൽ ഇരട്ടിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും തിരക്കുള്ള സമയത്ത് കൂടുതൽ ചാർജ് ഈടാക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ വരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ജനങ്ങളെ നല്ല രൂപത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മാറിയിരിക്കുന്നു. ജനങ്ങളെ സേവിക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങൾ ഉയർത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഒരു ഗവൺമെൻറ്, UPA ഗവൺമെൻറ് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിച്ച, മൂർഖനാണെന്ന് അറിഞ്ഞുകൊണ്ട് കൂടി പ്രതികരിച്ച ഒരു ജനത BJP അധികാരത്തിലെത്തുകയും
അധികാരത്തിൽ വന്ന നാൾ തൊട്ട് BJP ഈ പറയുന്ന സാധാരണക്കാരൻ്റെ ജീവിതത്തെ വലിയ നിലക്ക് ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ജനദ്രോഹകരമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ പോരാട്ടത്തിൻ്റെ എല്ലാം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 2-ാം തീയതി ഇന്ത്യൻ ജനത കണ്ടത്. എന്നിട്ടും പഠിക്കാത്ത ഒരു ഗവൺമെൻറ് വീണ്ടും അതേ നയം തുടരുകയാണ്. ഇതിനെതിരെ കേരളത്തിലെ ജനത എന്ന് മാത്രമല്ല മുഴുവൻ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിക്കടിയുള്ള തീവണ്ടി യാത്രാക്കൂലി ഏറ്റവും കൂടുതൽ സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രദേശം തെക്കൻ ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ വടക്കൻ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയി വരാൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ റെയിൽവേയാണ് ആശ്രയിക്കുന്നത്. അടിക്കടിയുള്ള ഈ വിശേഷങ്ങളിൽ മൂന്നിരട്ടിയോളം ഈ ചാർജ് വർധനവ് ജനങ്ങളെ ശരിക്കും ജനകീയ പ്രതിഷേധം ഉയർന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ വില വർദ്ധിപ്പിക്കുന്നത് മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല. അത്രയും ട്രെയിനുകൾ വർദ്ധിപ്പിക്കുകയും സമയം കുറച്ച് ഇതാക്കുകയെല്ലാം ചെയ്യുമ്പോഴാണ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം കിട്ടുക. അല്ലാതെ വില വർദ്ധിപ്പിച്ചത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ഒരുപാട് ആളുകൾ സമയത്തിന് ട്രെയിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ പൈസ വർദ്ധിപ്പിച്ചാൽ അത് ഒരിക്കലും സാധാരണക്കാർക്കൊന്നും താങ്ങാൻ വേണ്ടി പറ്റൂല. ഏറ്റവും കുറഞ്ഞ മിതമായ ചിലവിൽ ദീർഘദൂര യാത്രയ്ക്ക് ഏറ്റവും ഉചിതമായ ഒരു യാത്രാ മീഡിയമാണ് ട്രെയിന്. അപ്പോൾ ഈ രീതിയിലുള്ള ടിക്കറ്റ് നിരക്കുകളുടെ വ്യതിയാനം ഭാവിയിൽ സാധാരണക്കാരെ നന്നായി ബാധിക്കാൻ സാധ്യതയുണ്ട്. റോഡ് ട്രാൻസ്പോർട്ടിനേക്കാൾ കൂടുതലായിട്ട് കുട്ടികളും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ ആശ്രയിക്കുന്നത് റെയിൽവേ ആണ്. അപ്പോൾ ഇങ്ങനെ നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. അതുകൊണ്ട് പരമാവധി എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലേക്ക് മാത്രം നിരക്ക് കൊണ്ടുപോകാം. ട്രെയിനുകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ യാത്രാ സൗകര്യം ഉൾപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ വിലവർധനയ്ക്ക് ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നതല്ല. അത് പിൻവലിക്കുകയാണ് ഗവൺമെൻറ് നല്ലത്. അപ്പോൾ ഇതിനൊന്നും സർക്കാർ മുൻകൈയെടുത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒരുപാട് രക്ഷപ്പെട്ടു പോകേണ്ട കേസാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ നല്ലൊരു തീരുമാനം എടുക്കണം. ഈ ജനങ്ങളിൽ ഇപ്പോൾ ഈ അടിച്ചേൽപ്പിക്കുന്ന തുക തീർച്ചയായിട്ടും പിൻവലിക്കാനാവണം. ബാർഗൻ ചെയ്തിട്ട് ഗവൺമെൻറ് പൈസ അടിക്കാത്ത രൂപത്തിൽ അവർക്ക് ഇവിടെ സഹായ സഹകരണങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ കേരളത്തിലേക്ക് എവിടെ പോയിട്ട് വിദേശങ്ങളും മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കും പോയിട്ട് അവർക്ക് ജോലി ചെയ്യാനും അതുപോലെ അവർക്ക് അവരുടെ സാമ്പത്തിക മൂലധനം നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെ പറയാനുള്ളത്. കാരണം ഈ ട്രെയിനിൻ്റെ ഒരുപാട് പൈസ ഇങ്ങനെ ഇടയ്ക്കിടെ കൂട്ടുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലാണ്. അതിനെതിരെ സർക്കാർ തന്നെ ഒരു നല്ല റെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഒരു നല്ല ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറിയിപ്പുകൾ. ജയ് ഹിന്ദ് പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റും ഓണക്കോടി വിതരണവും സെപ്റ്റംബർ 11 രാവിലെ 10 മണിക്ക് കേളോത്ത് സെൻട്രൽ UP സ്കൂളിൽ വെച്ച് നടത്തപ്പെടും. പി നാരായണൻ നായർ അനുസ്മരണ ദിനാചരണവും എൻഡോമെന്റ് വിതരണവും സെപ്റ്റംബർ 12 തിങ്കളാഴ്ച വൈകിട്ട് 3:30 കാങ്കോൽ പയ്യാടക്കത്ത് തറവാട്ടിൽ നടക്കും. കണ്ടോത്ത് KKS റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം 2016 സെപ്റ്റംബർ 14 തിരുവോണ ദിവസം വീടുകളിൽ പൂക്കള മത്സരവും സെപ്റ്റംബർ 16 ചതയം നാളിൽ കണ്ടോത്ത് കിസാൻ ഗോവൽ ഗ്രൗണ്ടിന് സമീപം ഓണാഘോഷ പരിപാടികളും നടത്തും. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പി കരുണാകരൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 12 തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. ടെലിവിഷൻ സീരിയലുകൾ മലയാളത്തിന്റെ സാംസ്കാരിക വിഷമെന്ന് സിനിമാ താരം പ്രേംകുമാർ. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റും കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവുമായിരുന്ന OK കുഞ്ഞിക്കണ്ണന് രാമന്തളിയിൽ സ്തൂപമൊരുങ്ങി. കാലാവസ്ഥാ വ്യതിയാനം മരങ്ങൾക്കും ഭീഷണിയാകുന്നു.
റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് എരമം വില്ലേജ് കർഷക സംഘം സമ്മേളനം. ഈ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.